മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശ നിയമത്തിൽ തുല്യത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് VP സുഹറ. ആ ഒരു ആവശ്യവുമായിട്ട് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നിരാഹാരത്തിനൊരുങ്ങുകയാണ്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ന്യൂസ് ചാനലിലും കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ VP സുഹറാത്ത എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം. മുസ്ലിം പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾക്കും തുല്യത കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. ഇനിയും ആരും കണ്ണു തുറന്നിട്ടില്ല. കേന്ദ്രത്തിന് മുന്നിൽ പാർലമെൻറ്റിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നിസ അധ്യക്ഷ VP സുഹറ. നാളെ മുതൽ പാർലമെൻറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങുകയാണ്. VP സുഹറ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഞാൻ നിരാഹാര സമരം നടത്താനാണ് തീരുമാനിക്കുന്നത്. മരണം വരെ നിരാഹാര സമരം നടത്തണം എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. എന്താണ് ഈ ഒരു പ്രതിഷേധത്തിലൂടെ മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിൽപത്രം എഴുതാനുള്ള ഒരു അവകാശം പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മറ്റുള്ളവർക്ക് കൊടുക്കണം, അവരെ മക്കൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ കൊടുക്കണമെങ്കിൽ അതിനുള്ളൊരു വിൽപത്രം എഴുതാനുള്ള അവകാശം പോലും നമ്മൾക്കില്ല. പിന്നെ സ്ത്രീകളായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അവകാശങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കണ്ട് മടുത്തിരിക്കുന്നത് അത്രമാത്രം ഓരോരുത്തർ കരഞ്ഞ് പറയാം. എന്നോട് അവർ ചോദിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യണോ, ഞങ്ങൾ മതം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വത്തവകാശം കിട്ടുമെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇപ്പം മതം ഇല്ലാതെ പോയിരിക്കുന്നു. മതം തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ LDF സർക്കാരിന് മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെയൊക്കെ മറുപടി? പലതവണ നമ്മൾ എല്ലാ ഗവൺമെൻറ്റിലും, കേന്ദ്ര ഗവൺമെൻറ്റിലും കേരള ഗവൺമെൻറ്റിലും എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. കേരള ഗവൺമെൻറ് പറയും അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ അവർ മറ്റേ മതയാഥാസ്ഥിതികരെ വിളിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ട് അവർ മറുപടി കൊടുക്കും. ഒരു കേസ് സുപ്രീം കോടതിയിൽ 2016 മുതൽ കിടക്കുന്നുണ്ട് കേസ്. ഇതുവരെ അതൊന്നും നോക്കാൻ പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. സ്ത്രീകൾ ഇങ്ങനെ ഇപ്പോഴും പിന്നോക്ക അവസ്ഥയിൽ കഴിയുക എന്നുള്ളത് അതിദയനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വന്നേ തീരൂ. ആ മാറ്റം വരുന്നത് വരെ ഞാനിവിടെ കിടക്കും. ഞാൻ ഡൽഹിയിൽ പോവില്ല. ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല മുസ്ലിം സംഘടനകളുണ്ട്. എന്താണ് അവരുടെയൊക്കെ ഒരു നിലപാട്? എന്താണ് അവരിത് വരണ്ട, ഇത് ശരീഅത്താണെന്ന് പറഞ്ഞാണല്ലോ നിൽക്കുന്നത്. എന്ത് ശരീഅത്ത്? പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ശരീഅത്തുണ്ടോ? ഖുർആൻ്റെയും ശരീഅത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ്. സ്ത്രീകളെ തെരുവിലിറക്കുന്ന പ്രശ്നമാണിത്. ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്യാഗം ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് സുഹറാത്ത ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇനി മറ്റൊരു റിപ്പോർട്ടും കൂടെ നമുക്ക് കേട്ടു നോക്കാം. അതിൽ സുഹറാത്തയുടെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. നിയമപരമായി അവരെന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കണ്ട് ആത്മഹത്യ ചെയ്യും. പിന്നെ അതല്ലാതെ വേറെ നിർവാഹമില്ല. എന്ത് ചെയ്യണം പറയും? ഒരു പുരുഷന് പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് 1 കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ആ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. പെങ്ങളാണെങ്കിൽ കിട്ടൂല. CPM ചെയ്യൂല, മുസ്ലിം ലീഗും ചെയ്യൂല, കോൺഗ്രസ്. മുസ്ലിം ലീഗിന് താങ്ങി നിൽക്കുന്നതാണ്. കോൺഗ്രസ്സൊക്കെ മുസ്ലിം ലീഗിനെതിരായിട്ട് നിൽക്കില്ലല്ലോ. അവരൊക്കെ വോട്ടിൻ്റെ ശക്തി അവരല്ലേ. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുത്തി തന്നെ നേടിയതാണ്. എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേരളത്തിലെ MLA-മാരെയും MP-മാരെയും വിഷയം അറിയിച്ചു. എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് VP സുഹറയ്ക്ക് ചോദിക്കാനുള്ളത്. 23-ാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും. എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹറ. സുഹറയുടെ ഈ തീരുമാനം ഇന്ത്യയിലെ 9 കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ്. വിമർശിക്കുന്നതിന് മുൻപ് ഒന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അതെ, അത്രമാത്രമേ ഇവർക്ക് പറയാനുള്ളൂ.
ഇത് നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഇത് അനീതിയാണെന്നൊരു സാധാരണ ഒരു മനുഷ്യന് തോന്നും. അത് സ്വാഭാവികമാണ്. മനുഷ്യന് ഇതേപോലുള്ള അനീതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അത് കേൾക്കുമ്പം അത് അനീതിയാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ മതത്തിന് വേണ്ടി വാദിക്കുന്നവർക്കത് മനസ്സിലാവില്ല പലപ്പോഴും. നമ്മൾ ഒരു ഉദാഹരണത്തിന് ഈ പറഞ്ഞ ജീവൻ വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഈ സുഹറത്തയുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ പറഞ്ഞ റിപ്പോർട്ടും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വഹാബ് സക്കാഫി മമ്പാട് എന്ന് പറഞ്ഞ ഒരു മാന്യദ്ദേഹം, ഒരു സക്കാഫിയാണ്, ആ മാന്യദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ആ പോസ്റ്റിൽ എങ്ങനെയാണ് പറയുന്നത്? ആ പോസ്റ്റിൻ്റെ വീഡിയോയുടെ തംബ്ലൈനായിട്ടിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് കൊടും ക്രൂരത, നീതി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ഒരു തംബ്ലൈന് വെച്ചിട്ടാണ് ആ പോസ്റ്റ് ഇട്ടുള്ളത്. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: മന്മഥൻ മതി മറഞ്ഞു തൂങ്ങി, മന്മതി അത് കണ്ടു തൂങ്ങി. എന്നിട്ട് പറയുന്നത് എന്താണ്? കണ്ടു നിന്ന ചാവാലി നീ എന്തിനു തൂങ്ങി എന്ന് പണ്ടാരോ ചോദിച്ചതായി കേട്ട പഴമൊഴി ഓർമ്മ വന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിരിക്കുകയാണ്, നിയമപ്രകാരമുള്ള ഉപദേശമാണ്. ഈ ഒരു പോസ്റ്റ് വഹാബ് സക്കാഫി ഇട്ടിട്ട് പറഞ്ഞത് എന്താണ്? കണ്ടു നിന്ന ചാവാലി നീ എന്തിനു തൂങ്ങി എന്നാണ് ഈ പറഞ്ഞ മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന VP സുഹറയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സക്കാഫിയുടെ കമൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പണ്ഡിതന്മാർ ഇതേപോലെ പറയാറുണ്ട്. കാരണം ഒരു പാവപ്പെട്ട സ്ത്രീ ടൂറ് പോയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ പേരിലും പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ. സാധാരണക്കാരനായ ഒരു മുസ്ലിം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരാൾ ഇട്ടുള്ളത് വെറുതെ കൊതിപ്പിക്കുകയാണ്. അബ്ബാസ് മദനി MKD പറഞ്ഞത് വേഗം നോക്ക് കുടുംബം രക്ഷപ്പെടട്ടെ. അപ്പോൾ അതിന് കമൻ്റായിട്ട് വേറൊരു മുത്തലിബ് ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സമൂഹം മൊത്തം രക്ഷപ്പെടട്ടെ. മുഹമ്മദ് ഷബീർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇങ്ങനെ കുറച്ച് മുസ്ലിം നാമധാരികൾ ഇറങ്ങിയിരിക്കുന്നു ഇസ്ലാമിനെ പറയിപ്പിക്കാനായിട്ട്. അൻവർ ഹുസൈൻ പറയുന്നതാണ് 4 മണിക്ക് സ്കൂൾ വിടും, പിന്നെ എന്തിനാണ് 3:55 ചാടി പോകുന്നത്. അതായത് അവരുടെ പ്രായത്തിനെയാണ് അവർ പരിഹസിക്കുന്നത്. അലവി സഖാഫി പറയുന്നത് ഇതാണ്: ചേച്ചി എന്തിനാണ് ഇത്ര ക്രൂരമായ മതത്തിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്? നല്ല സ്വാതന്ത്ര്യമുള്ള മതമില്ലേ? അവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഒരു മതമില്ലാതെയും ജീവിക്കാലോ. എല്ലാറ്റിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. സുഹറ ചേച്ചിക്കും എല്ലാ സ്ത്രീ പുരുഷർക്കും ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താലോ. ദയവ് ചെയ്ത് സുഹറ ജീവൻ കളയല്ലേ. അത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും വലിയ നഷ്ടമാകും എന്ന് പരിഹാസത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്നത്. ഉമ്മർ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. വേറെ ഒരാളിട്ടുള്ളത് ഹലോ കിളവി, മുസ്ലിം പേരിട്ടത് കൊണ്ട് മുസ്ലിം ആവില്ല. അതിന് ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥയിലൂടെ ജീവിക്കുമ്പോഴാണ് മുസ്ലിം ആകുന്നത്. അതിന് കഴിയാത്ത പക്ഷം ഇവിടെ എത്രയോ മതസ്ഥരും ഇഷ്ടം പോലെ അഴിഞ്ഞാടാനുമുള്ള അവസരമുണ്ട്. ആരും തടയുകയില്ല. അങ്ങനെ പോയി ആറാടാമല്ലോ. എന്തിനാണ് മുസ്ലിങ്ങളുടെ മേൽ കയറുന്നത്? പേര് മാറ്റിയാൽ മതി. നല്ല സ്വാതന്ത്ര്യത്തോടെ തന്നെ ജീവിക്കാം. ഇപ്പോഴാണ് കിളവിക്ക് നേരം വെളുത്തത്. ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ മതം ഉപേക്ഷിച്ചാൽ കൊല്ലണമെന്ന് ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്ന മതത്തിൻ്റെ വക്താക്കളാണ് ഈ കമൻ്റൊക്കെ പറയുന്നതെന്നുള്ളത് ഓർമ്മ വേണം. നമ്മളെ രാജ്യമാണെങ്കിൽ നമ്മൾ വേറെ പരിപാടിയാണ് നമുക്ക് ചെയ്യുക. നമ്മളെ രാജ്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇന്ത്യയിൽ എന്നിട്ട് അവരോടാണ് കൊടുക്കുന്നത്. ഇത് തീർന്നിട്ടില്ല. പുഴുക്കളെ കൊതിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് നവാസ് ഹിഷാമി ആണ്. അബ്ദുൽ ഹസീസ് അബ്ദുൽ ഖാദർ പറയുന്നത് ഇതാണ്:
അതാ ഈ മാലിന്യത്തിന് നല്ലത്. നാട്ടുകാർക്കോ യാതൊരു ഗുണമില്ലാതെ ഇവൾ തൂങ്ങി ചാകലാ നല്ലത്. അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടും. ഇദ്ദേഹത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ഇവർ മരണപ്പെടണം. ഹുസൈൻ MP പറയുന്നത്, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, വൈകിയാണെങ്കിലും എടുത്ത തീരുമാനം നന്നായി, മറ്റുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. വേറൊരാൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, മുസ്ലിമായി ജനിച്ചിട്ടും ഇസ്ലാം മതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്ത ഹതഭാഗ്യ. നമ്മളിപ്പോൾ ഇത് വരെ വായിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സൗന്ദര്യം ഈ വ്യക്തിക്ക്, സുഹ്റാത്താക്ക് ആസ്വദിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് ഫൗമിദ അബ്ദുൽ കരീം പറയുന്നത്. നല്ലൊരു സൗന്ദര്യമുള്ള ഒരു സംഭവമാണ്. CA റഹ്മാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം സാധിപ്പിക്കും. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. അബ്ദുൽ മുനവർ പറയുന്നത് ഇങ്ങനെയാണ്, മുസ്ലിം സ്ത്രീകളുടെ കാര്യമോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട ഒരു വേഴാമ്പൽ എന്ന് പറഞ്ഞിട്ട് പല്ല് കാണുന്ന 3 ഇമോജിയാണ് ഇട്ടിട്ടുള്ളത്. റിയാസ് അഹമ്മദ് നിസാം അമീനി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അല്ലെങ്കിലും ഒരു ഉപകാരവുമില്ല, ഇത്തരത്തിലുള്ളവർ ജീവിച്ചിട്ടെന്ത് കാര്യം. സാദ് PK പറയുന്നത്, വേഗമാകട്ടെ, ആ കുടുംബവും പിന്നെ നാട്ടുകാരും സമൂഹം തന്നെയും രക്ഷപ്പെടാൻ അത് കാരണമായേക്കാം. റാഷിദ് ബഷീർ പറയുന്നത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അബ്ദുൽ ഖാദർ പറയുന്നത് എന്താണ്, അവസാനം കുഴിച്ചിടാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, കുഴിച്ചിടാൻ വേണ്ടി കുടുംബക്കാർ പള്ളി കമ്മിറ്റിയോട് ആവശ്യപ്പെടുമോ, അത് വേണ്ട എന്നും കൂടി കുടുംബക്കാരെ അറിയിക്കണം. ഹസൻ പറയുന്നത്, മുസ്ലിം സ്ത്രീകളുടെ കാര്യം അമ്മച്ചി നോക്കണ്ട, അവർക്കൊരു പ്രശ്നവുമില്ല. ഇനി ഇസ്ലാം മതത്തിൽ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഉള്ള മതത്തിൽ പോകാലോ, മതം വിട്ടാൽ കൊല്ലണമെന്ന് പറയുന്ന മതമാണ്. മുസ്ലിം സ്ത്രീകൾ ക്രൂരത അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, മറ്റു മതം സ്വീകരിക്കാമല്ലോ, എന്തിനാണ് ഇസ്ലാമിനെ വലിച്ചു കീറുന്നത്? സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മതമാണ് ഇസ്ലാമാണ് എന്നാണ് ജാഫർ പറയുന്നത്. നല്ല സ്വാതന്ത്ര്യമുള്ളൊരു മതമാണ്. ഇസ്മാഹിൽ പറയുന്നത് എങ്ങനെയാണ്, പേര് കൊണ്ട് ആരും മുസ്ലിം ആവില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരും ചാവേറാവണ്ട. സയ്യിദ് അലവി പറയുന്നത്, സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ എന്നാണ്. അദ്ദേഹത്തിന് ഇരിക്കാൻ വയ്യാത്തൊരു പ്രശ്നമുണ്ട്. അബ്ദുൽ ഗഫൂർ KV പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നമ്മുടെ മറ്റേ തള്ളയല്ലേ, ഖുർആനിൽ എവിടെയാണ് സ്ത്രീകൾ തട്ടമിടണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ തള്ള. മൊയ്തീൻ പറയുന്നത്, മിണ്ടേണ്ട, ഇപ്പം വരും അവരുടെ വർഗം കൊത്തിവലിക്കാൻ കുഞ്ഞാങ്ങളമാർ. ഈ ആങ്ങളമാരിപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണേ. കോയ പറയുന്നത് ഇങ്ങനെയാണ്, താത്തേ നിങ്ങൾ എന്തിനു തൂങ്ങണം, ഇതൊരു വാറണ്ട് ഒന്നുമല്ലല്ലോ, ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു, അതനുസരിക്കുന്നവർ അനുസരിക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. ഷംസുദ്ദീൻ പറയുന്നത് ഇതാണ്, അതാ നല്ലത്, ഭൂമിക്ക് ഭാരം കുറയും എന്നാണ്. റസാക്ക് പറയുന്നത്, ഇത്രയും വയസ്സ് വരെ നീ ജീവിച്ചിട്ട് നിനക്ക് നീതി കിട്ടിയില്ലേ, എങ്കിൽ നീ പോയി ആയിക്കോളൂ. മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്, സ്കൂൾ വിടാനായില്ലേ, 5 മിനിറ്റും കൂടി ക്ഷമിക്കൂ സഹോദരി. അവരുടെ പ്രായത്തെയാണ് കാണുന്നത്. ഇഷാം പറയുന്നത്, നീയൊക്കെ ചാവുന്നതാണ് നല്ലത്. ഉറുമി ലത്തീഫ് സാദി പറയുന്നത് ഇങ്ങനെയാണ്, വെറുതെ കൊതിപ്പിക്കല്ലേ, എന്നിട്ട് ചെരിഞ്ഞ് കണ്ണുനീര് വരുന്ന ചിരിയാണ്. സാദിഖ് തിരൂര് പറയുന്നത്, അതായിരിക്കും നല്ലത്, വേഗമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾഗേറ്റിൻ്റെ പരസ്യം പോലുള്ള ഒരു ഇമോജിയാണ്. സിദ്ദീഖ് കൊതിപ്പിക്കല്ലേ, അഷ്റഫ് സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് PK ഉസ്താദ് ബുദ്ധിമുട്ടിക്കരുത്, ചരിത്രത്തിൽ കടന്നു കയറാൻ വെമ്പൽ കൊള്ളുന്ന മഹദിക്ക് അവസരം നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല, #ധീരതയ്ക്കൊപ്പം. അമീൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിന് സമയപരിധി വേഗം വെക്കണമെന്നാണ് എൻ്റെ ഒരു അനിശ്ചിതമായി നീളരുത്, അത് പെട്ടെന്ന് മരണപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത്. അബ്ദുസ് സാലിഹ പറയുന്നത്, ഈമാൻ കിട്ടി മരിക്കാൻ പേടിയായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. പേറ്റിച്ചി അനുഭവിക്കുന്ന പേറ്റുനോവ്. മുഹമ്മദ് പറയുന്നത്, കട്ട വെയിറ്റിംഗ്, വേഗമാകട്ടെ ചേച്ചി എന്നാണ്. മുഹമ്മദ് അസ്ലം പറയുന്നത്, ഒന്ന് വേഗം ചെയ്യി, ഭൂമിയിലുള്ളവർക്ക് ഒന്ന് സമാധാനമാവട്ടെ എന്നാണ്. താത്തായ്ക്ക് നല്ല ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ ഇസ്ലാം സമാധാനമാണല്ലോ, അതൊന്ന് ഓർത്തിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ,
സയ്യിദ് റിയാസ് പറയുന്നത് എപ്പോഴാണ് ആ സന്തോഷ വാർത്ത കേൾക്കുക, കൊതിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. മുത്തലിബ് പറയുന്നത് ഇങ്ങനെയാണ്, നോക്കൂ, ചിലതരം പാമ്പുകളെ കണ്ടാൽ വാല് ഏത് തല ഏതെന്ന് തിരിയില്ല, ഇരുതല മൂരി എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഉഗ്രവിഷമായിരിക്കും. ഇവറ്റകൾ പേര് ചിലപ്പോൾ സുഹറ എന്നൊക്കെ ആയിരിക്കും. നാടിനോ സമൂഹത്തിനോ ഒരു ഉപകാരവും ചെയ്യാത്ത ഇവരാണ് നീതിക്ക് വേണ്ടി വാദിക്കുന്നത്, ഓരോരോ ജന്മങ്ങൾ. മജീദ് പറയുന്നത് ചാവാലി തള്ള, അത്രയുള്ള മൂപ്പര സ്റ്റേറ്റ്മെൻറ്റ്. മുഹമ്മദ് അലി പറയുന്നത് ചന്നിക്ക് മറുമരുന്നില്ല. നാസർ പറഞ്ഞ അങ്ങനെ ആ ത്യാഗം നിറവേറ്റി കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നാണ്. വലിയ ആഗ്രഹമുള്ള ഒരാളാണ് നാസർ. കൂട്ടുകാരൻ പറയുന്നത് മുസ്ലിം സ്ത്രീക്ക് വേണ്ടി മുസ്ലിമല്ലാത്ത ഈ സ്ത്രീ ആത്മഹത്യ ചെയ്താൽ അത് ശ്രദ്ധേയമായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ജിന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ നല്ല വാർത്തയ്ക്കായി കട്ട വെയിറ്റിംഗ്. മുഹമ്മദ് പറയുന്നത് വെക്കം നോക്ക്, അബ്ദുള്ള ചേക്കുട്ടിനെയും കൂടി കൂട്ടിക്കോ. ഓക്കെ. മുജീബ് പറയുന്നത് നാളെ മുതൽ ന്യൂസ് പേപ്പർ നോക്കണം, ചേച്ചിയുടെ ആ വീരമൃത്യു ഒന്ന് കാണാൻ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് കണ്ണുനീര് വരുന്ന 2 ചിരിയാണ് ഇട്ടിട്ടുള്ളത്. മനു KP പറയുന്നത് നീ ചത്ത ഒരു പ്രശ്നവുമില്ല ഇബ്രാഹിം, കേരളത്തിൽ നിന്ന് ഒരു ദുരന്തം നീങ്ങി, ഈ ഞങ്ങൾക്ക് അങ്ങ് സമാധാനിക്കും, അവിടെയും സമാധാനം ഒന്ന് കാണണം. ഇതാണ് ഇസ്ലാം. നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോഴല്ലേ ചാവാലിയെ 4 ആൾ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ജാബിറാണ്. ഹാഷിം പറയുന്നത് ഇവൾ വെറും പട്ടിക്കാട്ടം എന്നാണ്. ആബിദിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലൈവ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗോൾഗേറ്റിൻ്റെ പരസ്യമുള്ള ഇമോജിയാണ്. അദ്ദേഹത്തിന് ലൈവ് കയറ്റി ഇത് കാണണമെന്നാണ് ആഗ്രഹം. സമാധാനത്തിൻ്റെ മതമാണ് കേട്ടോ. സുദ്ദീഖ് പറയുന്നത് ഇത് ചെയ്താൽ ഞായറാഴ്ച 3 കഴിക്കാം, അതിന് കുറേ ലൈക്കും കിട്ടിയിട്ടുണ്ട്. ഖാദർ പറയുന്നത് കേരളമേ നിനക്ക് ഇത്ര ഭാഗ്യമോ, സാധ്യത ഇല്ല. അലി മാജി പറയുന്നത് പുരോഗമനം തൂറുന്ന പാഴ് ജന്മം എന്നാണ്. കോയ പറയുന്നത് ഇങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേ. കോയക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഫൈസൽ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറയൂ, വേഗമായിക്കോട്ടെ, പെട്ടെന്ന് ചെയ്യാനാണ് പറയുന്നത്. ഷംസുദ്ദീന് പറയുന്നത് വേഗമാവട്ടെ, കാത്തു നിൽക്കാൻ സമയമില്ല, അദ്ദേഹത്തിന് എവിടെ പോകാനുണ്ട് കാര്യമായിട്ട്. റിയാസ് പറയുന്നത് ഒരു ശല്യം ഒഴിവാകുമായിരുന്നു. PK ഡെമോ പറയുന്നത് എന്താ വെച്ചാൽ അഡ്രസ്സ് തന്നാൽ മൂപ്പര് കയറ് കൊടുത്തു വിടാം എന്നാണ് പറയുന്നത്. PK താജുദ്ദീൻ വാക്ക് പാലിക്കണം താത്ത. അബ്ദു പറയുന്നത് ഭൂമിയുടെ ഭാരവും ഉരുൾപൊട്ടലും പ്രളയവും ഇല്ലാതായി കിട്ടും, അതായത് ഇവരുണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. നിസാർ പറയുന്നത് ഇത് ചെയ്താൽ മാടം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും, ഒരു നന്മ ചെയ്ത് ഇവിടുന്ന് വിട പറയുകയും ചെയ്യാമല്ലോ. അസീസിൻ്റെ ഒരു സംശയം ഈ തള്ള ചത്തില്ലേ എന്നാണ്. മുനവ്വർ കുരാരി പറയുന്നത് അതാണ് നല്ലത് എന്നാണ്. മൂപ്പര് ഒപ്പീനിയൻ അങ്ങനെയാണ്. സാദ് നല്ല ഉറപ്പുള്ള കയറ് വേഗം സംഘടിപ്പിച്ച് കൊടുക്കാനാണ് സാദിൻ്റെ ഒരു സജഷൻ. ഷറഫു മമ്പാട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് താന്തോന്നികളായി നടക്കുന്ന സുഹറയോ ഉടുതുണിയുരിഞ്ഞ് നടക്കുന്ന കണ്ടവൻ്റെ കൂടെ ഊര് ചുറ്റുന്ന ജാസ്മിൻ ജാഫറോ രഹ്ന ഫാത്തിമയോ ജസ്ല മാടശ്ശേരിയോ ജാമിദയോ നുസ്രത്ത് ജഹാനോ സുൽഫത്തോ ഉണ്ണിക്കണ്ണൻ്റെ സ്വന്തം ജസ്ല ഉണ്ണിക്കണ്ണനോ ഒന്നുമല്ല. മതത്തിൻ്റെ ചട്ടക്കൂടിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അവൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ശാശ്വത വിജയത്തിനു വേണ്ടി നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഓക്കെ. ഭൂരിഭാഗം മുസ്ലിം സ്ത്രീകളും 99.9% മുസ്ലിം സ്ത്രീകൾക്കും അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം. അദ്ദേഹം സെൻസസ് ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ജാമിദ, സുഹ്റ, ജസ്ല, ജാസ്മിൻ ജാഫർ എന്നിങ്ങനെയുള്ള മുസ്ലിം പേര് കൊണ്ടൊന്നും ആരും മുസ്ലിം ആവില്ല. അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ, മുസ്ലിം പേര്. ഓക്കെ. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും അന്ത്യനാളിലും ഖുർആനിലും സുന്നത്തിലും വിശ്വസിച്ച അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ നല്ലൊരു മുസ്ലിം ആവുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹറാത്താത്ത സംഘികളുടെ ചട്ടുകമായി അല്ലെങ്കിൽ ജബ്രകളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ തൽക്കാലം മുസ്ലിം സ്ത്രീകളുടെ മൊത്തക്കച്ചവടക്കാരാവണ്ട.
നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം, നിങ്ങൾ ചാവുകയോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. എന്നിട്ട് ആർക്കോ കടപ്പാട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിത് ഇത്രയും കമൻറ്റ് വായിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ കമൻറ്റുകൾക്കൊന്നും അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ആളെ സോറാത്തായെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് പോലും അതിൻ്റെ ഇടയ്ക്കില്ല. ഈ പറഞ്ഞ ആളിട്ട പോസ്റ്റിനെ വിമർശനമായിട്ട് ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഗ്യാപ്പില്ലാതെ ഈ പറഞ്ഞ ആൾ പറഞ്ഞ ഇവർ തൂങ്ങിച്ചത്തോട്ടെ അതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന, ആഘോഷമാക്കുന്ന കമൻറ്റുകളാണ് നമ്മളെ സമാധാനത്തിൻ്റെ സഹോദരങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ പറഞ്ഞത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മതത്തിലുള്ള മനുഷ്യർക്കും ഇന്ത്യയിൽ എന്തുണ്ട്? അനന്തരാവകാശ നിയമത്തിൽ തുല്യതയുണ്ട്. ആർക്കൊഴികെ? ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സ്ത്രീക്കൊഴികെ. ആ അവകാശം എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന അവകാശം മുസ്ലിം സ്ത്രീകൾക്കും വേണം എന്ന് പറഞ്ഞതിനാണ് ഇവർ ഈ പറഞ്ഞ മൊത്തം വൃത്തികേടുകൾ എഴുതി വച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ആരുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കാനല്ല. എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന അതേ അവകാശം ഒരു മുസ്ലിം സ്ത്രീയായിട്ട് മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ എന്നുള്ളത് പേരിൽ അവർക്കും കൂടെ ആ അവകാശം കിട്ടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. വേറെ ഒന്നും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അതിനാണ് ഒരു പണ്ഡിത ശിരോമണി ഇട്ട പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ഈ പറഞ്ഞ കമൻറ്റുകളിട്ടുള്ളത്. ഇതിവിടെ മാത്രമാണോ? നിങ്ങൾ ഈ പറഞ്ഞ ന്യൂസ് 18-ൻ്റെ ഈ ന്യൂസ് വന്നിട്ടുള്ള അതിൻ്റെ താഴെയും പോയി നോക്കുക. സമാധാനം പൂത്തുലയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഇന്നും നിയമപരമായിട്ട് നടക്കുന്നൊരു അനീതിയാണ് എന്ത്? മുസ്ലിം സ്ത്രീകളുടെ അനന്തരാവകാശം. എന്താണ്? നിയമപരമായിട്ട്. ഇപ്പം നമ്മൾ ജാതി വ്യവസ്ഥയും ജാതി അധിക്ഷേപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അങ്ങനെ ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. എന്നാലും അത് നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അത് നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ നമുക്ക് പല കേസിൽ പോലും പ്രോപ്പറായിട്ട് വരാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ അനീതി ഇന്നും ഇന്ത്യയിൽ നിയമപരമായിട്ട് നടക്കുന്ന അനീതിയാണ്, നിയമത്തിലുള്ള അനീതിയാണ്. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഇന്നും കണ്ടിന്യൂ ചെയ്യണം ആ അനീതി. ആ അനീതി മാറണം എന്നേ പറഞ്ഞുള്ളൂ. ഇതിനാണ് ഈ പറഞ്ഞ ആഘോഷം. അവർ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ. ടൂറ് പോയിട്ട് ഇട്ടതിൻ്റെത് വേറെ ഉണ്ട്, അത് നമുക്ക് വേറെ എടുക്കാം. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ പ്രായമായിട്ട് ടൂറ് പോയിട്ട് വീഡിയോ ഇട്ടതിൽ എന്താ ചെയ്തതെന്ന്. ഇവിടെ ഇത്രയും വൃത്തികേടുകൾ എഴുതി വയ്ക്കാൻ ഇവരെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും വൃത്തികേടുകൾ എഴുതി വച്ചിട്ടുള്ളത്? അതൊന്നു മാത്രമാണ് ഈ പറഞ്ഞ മതം. ലോകത്ത് 2 തരം മനുഷ്യരാണുള്ളത്, നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും. ചിലപ്പോൾ ഇവർക്ക് നല്ല മനുഷ്യരായിരിക്കാം, പക്ഷേ ഇവരെ കൊണ്ട് ഈ വൃത്തികേടുകൾ, ഈ ചീത്ത മോശം മനുഷ്യർ ചെയ്യുന്ന അതേ പ്രവൃത്തി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മതമാണ്. സമാധാനത്തിൻ്റെ മതവും കൂടാണ്. അത് നമ്മൾ മിസ്സായി പോകരുത്. ഈ മതവിമർശകർക്കെതിരെ ഇപ്പോൾ അവസാനം നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കമൻറ്റിൽ വന്നിട്ടുള്ളത്, സംഘികൾക്ക് പണിയെടുത്ത് കൊടുക്കുന്നു, സംഘികൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ് ആരോപണം. സ്വന്തം മതത്തിലെ ഒരു അനീതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അനീതി അഡ്രസ്സ് ചെയ്യാതെ, അതും ഈ പറഞ്ഞ സോറാത്ത ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനൊരു അവിശ്വാസിയാണെന്ന്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. മതത്തിലുള്ള അനീതി ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മതം ഉപേക്ഷിച്ചവരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊക്കെ മതം ഉപേക്ഷിച്ച ആളാണ്, അവരുടെ മതം ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ സമുദായത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മതം ഉപേക്ഷിച്ചാലും ഈ അനീതി മാറുമോ? ഇല്ല, മാറില്ല. ആ അനീതി മാറണം എന്നാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. അനീതിയുണ്ട്, അനീതി മാറണം. അതും നിയമപരമായിട്ട് ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഗുഹയിൽ പോയി 600 ചിറകുള്ള ഒരു മാലാക വന്ന് കഴുത്തിന് പിടിച്ചു ആ കഴുത്തിന് പിടിച്ച് മൂപ്പരെ വേദനിപ്പിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ മണ്ടത്തരങ്ങളും വിടലുകളും ഇന്നും നിയമമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് ആണ് ഇവിടെ കാണുന്നത്. ആ നിയമങ്ങൾ മാറണം.
ഇന്നും ബാക്കിയുള്ള മനുഷ്യർക്ക് കിട്ടുന്ന നീതി എനിക്കും വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനാണ് ഈ പറഞ്ഞ കോലാഹലങ്ങൾ. ഇവിടെ ഇസ്ലാം മതത്തിനെ ഇന്നും വിമർശിക്കുമ്പോൾ കുറേ ആളുകൾ വരും, എന്നിട്ട് പറയും എന്ത്, ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നത് ശരിയല്ല, ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാം മതത്തിനെ നിങ്ങൾ വിമർശിക്കരുത്, നിങ്ങൾ ഇസ്ലാമോഫോബിയ പറഞ്ഞു പരത്തുകയാണ് എന്ന് ആരൊക്കെ വരും? ഇടതുപക്ഷ സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ വരെ വരും. നിങ്ങൾ ഇസ്ലാം മതത്തിനെ വിടൂ, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ. നമ്മൾ പല യുക്തിവാദികൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ യുക്തിവാദികളെ, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന യുക്തിവാദികളെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാം മതത്തിനെ വിമർശിച്ചില്ല എന്നത് മാത്രമായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കൂടുതലും യുക്തിവാദികളെ പരിശോധിച്ചാൽ മതി, അവർ ഇസ്ലാം മതത്തിനെ കുറച്ചേ വിമർശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇസ്ലാം മതത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ചാപ്പകളുടെ മാലപ്പടക്കമാണ്. ആ ചാപ്പയാണ് ഒരു മുസ്ലിമായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്കുള്ള അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ പറഞ്ഞ സൂറത്താക്കിയും കിട്ടിയിട്ടുള്ളത്. സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അവിടെ അങ്ങനത്തെ പണിയെടുക്കുന്ന യുക്തിവാദികളെയും കാണാം. അതായത് ഉള്ളിലുള്ള ഡിസ്ക്രിമിനേഷൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ പറയരുത്, നമ്മളെ സാമൂഹിക സാഹചര്യത്തിൽ നമ്മൾ ഇസ്ലാമോഫോബിയ പറയുന്നത് ശരിയാണോ, ഇതേപോലുള്ള വെഡല് വർത്താനം പറഞ്ഞിട്ട് വരുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ സംഘികളെ കൃത്യമായിട്ട് വിമർശിക്കുമോ? ഇല്ല. അതും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ആളുകളൊന്നും സംഘികളെ കൃത്യമായിട്ട് പോയിൻ്റ് ഇട്ടിട്ട് സംഘികൾ ചെയ്യുന്ന ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് പോയിൻ്റ് ഇട്ട് അക്കമിട്ടിട്ട് പറയുന്ന ആളുകൾ പോലുമില്ല. ഇവരെന്താണ്, ഇസ്ലാം മതത്തിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് സംഘികൾക്ക് വളമാകുന്നു എന്ന കരച്ചിൽ മാത്രം പറയുന്ന ആളുകൾ. സംഘികളെ വിമർശിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ അധികം ഇതേപോലുള്ള ഇസ്ലാമോഫോബിയ സാധനം എടുത്തുകൊണ്ട് വരുന്നത് സംഘികളെ കാര്യമായിട്ട് വിമർശിക്കാറ് പോലുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ആളുകൾ സംഘികൾക്കെതിരെ എത്ര പ്രാവശ്യം ഇതേപോലുള്ള കണ്ടൻറ്റുകൾ, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. സംഘികൾക്ക് ഡയറക്റ്റ് അറ്റാക്കായിട്ട് അവരുടെ പോയിൻ്റുകൾ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ പറയുന്ന പോയിൻ്റുകളിൽ ചെറിയ തുളയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഈ പറഞ്ഞ ആളുകൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. സംഘികളെ നേരിട്ട് വിമർശിക്കുകയല്ല. സംഘികൾ ചെയ്യുന്ന വൃത്തികേടുകൾ സംഘികൾ ചെയ്ത വൃത്തികേടുകളായിട്ട് കൃത്യമായിട്ട് പറയാൻ പോലും ഇവർക്ക് എന്തില്ല, അതിനുള്ള ധൈര്യം പോലും ഇല്ല. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ഈ പറഞ്ഞ അവരെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കുമ്പോൾ അവിടെ എന്തു പറയും, ഇസ്ലാമോഫോബിയ പരത്തരുത് എന്നുള്ള വാദവുമായിട്ട് പോലും ആളുകൾ വരാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ കമൻറ്റുകളൊക്കെ വായിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞ മുസ്ലിം സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന, മുസ്ലിമാണെന്ന് ഇന്നും പ്രഖ്യാപിക്കുന്ന സുഹറാത്തയുടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിൻ്റെ താഴെ ഇരുന്ന് അത് ആഘോഷിക്കുന്ന ആളുകളുടെ ഈ കമൻറ്റുകൾ കാണുമ്പോൾ ഇസ്ലാമോഫോബിയ ആരാണ് പരത്തുന്നത്? മുസ്ലിങ്ങളോടുള്ള ഭയം, അവർ മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരാണ് കാണിക്കുന്നത്? ചിന്തിക്കുക. ആ ഇസ്ലാമോഫോബിയ പരത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് ഇവർ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യരാണോ എന്ന് പോലും ആളുകൾ ചിന്തിക്കും. അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സുഹറാത്ത VP സുഹറ നയിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ അനന്തരാവകാശ വിഷയത്തിൽ തുല്യത വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാര സത്യാഗ്രഹ സമരത്തിനിറങ്ങുമ്പോൾ അതിന് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ അതിന് പിന്തുണ സ്വാഭാവികമായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നവരും ഇവിടെ പുരോഗമനം എന്ന് പറയുന്നവർ പോലും നേരിട്ട് വന്ന് ഇതിനൊരു സപ്പോർട്ട് പ്രഖ്യാപിക്കുന്ന രീതി കാണുന്നില്ല. അപകടകരമായിട്ടുള്ള മൗനമാണ് ഈ പറഞ്ഞ വിഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളുകൾ പോലും ഈ പറഞ്ഞ മതനേതൃത്വങ്ങളെ ഭയപ്പെട്ടോ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് പോലും ഈ പറഞ്ഞ ആളുകളുടെ ഒപ്രസ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒപ്രസ് ചെയ്യപ്പെടുന്ന ഈ പറഞ്ഞ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നില്ല. അവരുടെ സമരത്തിന് പൂർണ്ണമായിട്ട് ഓപ്പണായിട്ട് സപ്പോർട്ട് പോലും കൊടുക്കാൻ വേണ്ടി ആളുകൾ ഭയപ്പെടുന്നു. അതൊരു പ്രശ്നമാണ്, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അവിടെ ഈ പുരോഗമനം പറയുന്ന സ്വതന്ത്ര ചിന്താ യുക്തിവാദ മണ്ഡലങ്ങളിൽ നിന്ന് പോലും ഈ പറഞ്ഞ വിഷയത്തിൽ സുഹറാത്തയുടെ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ
കൊടുക്കുന്നതിൽ പുറകോട്ട് നിൽക്കുന്നു എന്ന് കാണുന്നു. അത് ഭയങ്കര ഒരു അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നുള്ളത് ഒരു സ്വാഭാവികതയുണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതല്ലാത്ത പുരോഗമന സമൂഹത്തിൽ നിന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു മൗനം കാണുമ്പോൾ അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് എല്ലാവരും ഈ സൊഹ്റാത്തയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. അതേപോലെ ഇൻഫിഡൽസ് ടീമിൻ്റെ പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ VP സുഹ്റയുടെ കൂടെയാണ്. നമ്മുടെ പൂർണ്ണ പിന്തുണ ഇവിടെ ഈ പറഞ്ഞ സന്ദർഭത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുകയാണ്. സുഹ്റാത്തയ്ക്ക് കൊടുക്കാനുള്ള സപ്പോർട്ട് നിങ്ങളും കൊടുക്കണം. അത് മാക്സിമം ഈ വിഷയത്തിൽ അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് നിയമപരമായിട്ട്, വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം അതാണ്, നിയമപരമായിട്ടുള്ള ഓപ്പറേഷൻ, നിയമത്തിലില്ലാത്ത ഓപ്പറേഷനല്ല, നിയമത്തിൽ എഴുതി വെച്ച ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ നിയമത്തിൽ, ആ മത നിയമത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഇന്നും ഈ പറഞ്ഞ മതങ്ങൾ എഴുതി വെച്ച നിയമങ്ങളല്ല ഇനി പോകേണ്ടത്. അത് മതങ്ങൾ എഴുതി വെച്ച നിയമങ്ങൾ ഈ പറഞ്ഞ സ്ത്രീജനങ്ങളെ ഒരു മതവിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്നും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ അവസാനിക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.